കണ്ണൂർ ജില്ലയിൽ CPM-ന് ഏറ്റ തിരിച്ചടി, ഇടതുപക്ഷത്തിന് ഏറ്റ തിരിച്ചടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടുപേരാണ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകരും അതുതന്നെയാണ് പറയുന്നത്. ഒന്ന്, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും, രണ്ട്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും. പയ്യന്നൂരിലെ TI മധുസൂദനൻ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട് KK രാഗേഷ് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, KK രാഗേഷ് പലയിടത്തായി നടത്തിയ പ്രസംഗങ്ങൾ, പ്രസ്താവനകളൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ പോലും നീ പോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് എതിരായി കൈപ്പത്തിക്കും അതുപോലെ കോടിക്കും അതുപോലെ താമരയ്ക്കുമൊക്കെ വോട്ട് ചെയ്ത കഥ നമ്മളൊക്കെ അറിഞ്ഞതാണ്. എന്നിട്ടും ഇവർക്കാർക്കും മതിയായിട്ടില്ല. ഇപ്പോൾ രാഗേഷ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിൽ ന്യൂനപക്ഷ വർഗീയതയാണ് CPM തോക്കാൻ കാരണം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആരാണ് പറയുന്നത്? ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി തീവ്രവാദ സംഘടനകളുമായിട്ട് ടൈപ്പ് വയ്ക്കുകയും തീവ്രവാദ സംഘടനകളുടേത് അടക്കമുള്ള എല്ലാ വോട്ടുകളും ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയുകയും ജാതിയും മതവും നോക്കി ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ആൾക്കാർക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്ത പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്രട്ടറിമാരിൽ ഒരാളാണ് ന്യൂനപക്ഷ വർഗീയതയെ കുറ്റപ്പെടുത്തുന്നത്. തങ്ങൾ തോറ്റ് തുന്നം പാടി കഴിഞ്ഞപ്പോൾ, ജനങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞപ്പോൾ, ജനങ്ങൾ താടിക്കിട്ട് തട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞ് ഓരോ നമ്പറുകളുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് മുസ്ലിം ലീഗിന് കുറെ സീറ്റുകൾ കിട്ടിയതായിരിക്കാം ഇവർ ഉദ്ദേശിക്കുന്നത്. 27 സീറ്റുകളിലാണ് ലീഗ് മത്സരിച്ചത്. 22 ഇടത്ത് ലീഗ് ജയിച്ചു. ലീഗ് അല്ലെങ്കിലും ഒരു മത്സരിക്കുന്നതിൽ ഒരു 90% അല്ലെങ്കിൽ ഒരു 80% സീറ്റുകളിലും ജയിക്കുന്ന പാർട്ടിയാണ്. അത് ന്യൂനപക്ഷ വർഗീയതയാണോ? ന്യൂനപക്ഷങ്ങൾ മാത്രം വോട്ട് ചെയ്തിട്ടാണോ ലീഗ് ജയിച്ചത്? അല്ല, എല്ലാവരും വോട്ട് ചെയ്തിട്ടാണ് ജയിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ മാത്രം വോട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രം വോട്ട് ചെയ്താൽ ആരും ജയിക്കില്ല, ഒരാളും ജയിക്കില്ല, ഒരു MLA-യും കേരളത്തിൽ ജയിക്കില്ല. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ലീഗായാലും കോൺഗ്രസ് ആയാലും മറ്റ് ഘടകകക്ഷികളായാലും ഒക്കെ ജയിച്ചത്. ജനങ്ങൾ വോട്ട് ചെയ്യാഞ്ഞിട്ടാണ് CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ തോറ്റ് തുന്നം പാടിയത്. അത് ഒരു അടിസ്ഥാനമാണ്, ഒരു സാമാന്യ തത്വമാണ്. അതുപോലും കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായതായി നടിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഉറക്കെ വിളിച്ചു പറയുകയാണ്, ന്യൂനപക്ഷ വർഗീയത നടമാടിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ന്യൂനപക്ഷ വർഗീയത കാരണമാണ് ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചത്. ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്കെതിരെ നിന്നു. ന്യൂനപക്ഷ വർഗീയത വോട്ടുകൾ കോൺഗ്രസിനും അതുപോലെ ലീഗിനുമൊക്കെ ലഭിച്ചു, BJPക്ക് ലഭിച്ചു. ഇങ്ങനെയൊക്കെയാണ് തട്ടിവിടുന്നത്. ഇത്തരം മണ്ടൻ സിദ്ധാന്തങ്ങളുമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? ആരെങ്കിലും പരിഗണിക്കുമോ? അംഗീകരിക്കുമോ? ആരെങ്കിലും വിലവയ്ക്കുമോ? KK രാഗേഷ് മുമ്പ് MP ആയിരുന്ന മനുഷ്യനൊക്കെയാണ്. അതുപോലെ ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയാണ്. വിദ്യാഭ്യാസമുള്ള ആളാണ്. ഭാര്യയെ ജോലിക്ക് കയറ്റാൻ വേണ്ടിയൊക്കെ ഒരുപാട് പരിശ്രമിച്ച വ്യക്തിയാണ്. അതൊക്കെ നടന്നതുമാണ്. എന്നിട്ടും ഇത്തരം വിടുവായിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. ഇവിടെ ന്യൂനപക്ഷ വർഗീയ ഏകീകരണമുണ്ടായി, ധ്രുവീകരണമുണ്ടായി, വോട്ട് വിറ്റു, അത് ചെയ്തു, ഇത് ചെയ്തു. ജനങ്ങൾ വോട്ട് ചെയ്തില്ല. നിങ്ങൾക്ക് CPM-ന്, ഇടതുപക്ഷത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തില്ല. അതാണ് സത്യം. നിങ്ങൾ ജനങ്ങളിൽ നിന്ന് അകന്നു. നിങ്ങൾ ജനവിരുദ്ധ നയങ്ങളുടെ ഒരു സർക്കാർ 2 പ്രാവശ്യം കേരളം ഭരിച്ച് മുടിപ്പിച്ച് തേച്ച് കഴുകി. നിങ്ങൾ സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ നടത്തി. തൊട്ടടത്തെല്ലാം നിങ്ങൾ പരാജയപ്പെട്ടു. നിങ്ങൾ ഭൂരിപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നതിനായി അയ്യപ്പ സംഗമം നടത്തി, അതിലും വെട്ടിച്ചു കോടികൾ. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടും എന്ന് പറഞ്ഞ് ഒരുപാട് കളികൾ കളിച്ചു. അതൊന്നും ഫലവത്തായില്ല. അവസാനം തോറ്റു കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷ വർഗീയത നടമാടിയ തെരഞ്ഞെടുപ്പാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വെറുതെ കളിയാക്കരുത്, പരിഹസിക്കരുത്. ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല, ഇനിയോട്ട് വോട്ട് ചെയ്യാനും പോകുന്നില്ല. നിങ്ങളുടെ സഖാക്കളുടെ അടക്കമുള്ള വോട്ടുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു കണ്ണൂർ ജില്ലയിൽ അടക്കം. അതൊക്കെ മനസ്സിലാക്കി തിരുത്തി മുമ്പോട്ട് വരുന്നതിന് പകരം മറ്റുള്ളവരുടെ, ജനങ്ങളുടെ തോളിൽ ചാരി അങ്ങ് രക്ഷപ്പെടാനും കൈ കഴുകാനും ഊരാനും ഒക്കെ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുകയുള്ളൂ എന്ന് KK രാഗേഷിന് അറിവുള്ളവർ പറഞ്ഞു കൊടുക്കണം. KK രാഗേഷിനെയും MV ഗോവിന്ദനെയും മാറ്റിയാൽ തന്നെ പാർട്ടി ഒരു 20% രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സഖാക്കളും കണ്ണൂർ ജില്ലയിലും കേരളത്തിലുമുണ്ട്.